ലേണിംഗ് ഇൻറ്റീരിയർ ഡിസൈനിങ് ഇൻ ബ്ലെൻഡർ എന്ന് പറയുന്ന ഈ കോഴ്സിലേക്ക് സ്വാഗതം. ഈ കോഴ്സിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് പറയുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റാണ്. ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 ബെഡ്റൂംസ് ഉണ്ട്, ലിവിങ് റൂം, ഡൈനിങ്, കിച്ചൺ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ വർക്കിംഗ് ഡ്രോയിങ്സ്, അതായത് ഫർണിച്ചർ ലേഔട്ട്, സീലിംഗ് ലേഔട്ട്, അതുപോലെ നമ്മൾ ഇതിൻ്റെ ഓരോ റൂമിൻ്റെ ഇപ്പോൾ വാർഡ്രോബ് എടുക്കുകയാണെങ്കിൽ വാർഡ്രോബിൻ്റെ ഡീറ്റെയിൽ, TV യൂണിറ്റിൻ്റെ ഡീറ്റെയിൽ, സോഫയുടെ ഡീറ്റെയിൽ, ഡൈനിങ് ടേബിളിൻ്റെ ഡീറ്റെയിൽ, ഇതിൻ്റെ എല്ലാം വർക്കിംഗ് ഡ്രോയിങ്സ്, മെഷർമെൻറ്റ് വെച്ചിട്ടുള്ള വർക്കിംഗ് ഡ്രോയിങ്സ് നമ്മൾ ഈ ഒരു കോഴ്സിനൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡറിലോട്ട് അതിൻ്റെ യൂണിറ്റ്സ് മാച്ച് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ നമ്മൾ മോഡൽ ചെയ്ത് ടെക്സ്ചർ ചെയ്ത് ലൈറ്റപ്പ് ചെയ്ത് റെൻഡർ ചെയ്ത് നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരു കോഴ്സാണ്. ഇത് ഏകദേശം ഒരു 20 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. അതുപോലെ ഏകദേശം 75 വീഡിയോസ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ മോഡൽസ് എങ്ങനെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബെഡ്ഷീറ്റ് ഫോൾഡ് ചെയ്ത് എങ്ങനെ ബെഡിൻ്റെ മേലെ നമുക്ക് ഇടാം, അതുപോലെ നമ്മൾ കുഷ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം, പില്ലോസ് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ സോഫ എങ്ങനെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം, സോഫ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ കേർട്ടൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ മറ്റുള്ള മോഡൽസായ ഇപ്പോൾ TV യൂണിറ്റ് ആണെങ്കിലും കിച്ചൺ കൗണ്ടേഴ്സ്, അതുപോലെയുള്ള ഡീറ്റെയിൽസൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. മാത്രമല്ല നിങ്ങൾ ഓരോ ഭാഗങ്ങൾ എടുക്കുമ്പോഴും അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ, ചില സാധനങ്ങൾ നമ്മൾ മോഡൽ ചെയ്ത് കാണിക്കുന്നു, മറ്റു ചില സാധനങ്ങൾ നമ്മൾ പല സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ ആവശ്യമുള്ള മെറ്റീരിയൽസ് കൊടുത്ത് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോസസ്സ് നമ്മളെങ്ങനെ ചെയ്യുന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മറ്റ് 3D സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന അസറ്റ്സ് നമുക്ക് എങ്ങനെ ഇതിനകത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഏത് ഫോമാറ്റിലാണ് നല്ല രീതിയിൽ ബ്ലെൻഡറിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് നമുക്ക് ഇതിനെപ്പറ്റി പറയാം. മാത്രമല്ല നമ്മളിതിനകത്ത് വെറുതെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് മാത്രമല്ല, നമ്മളിതിനകത്ത് ഇൻറ്റീരിയർ ഡിസൈനിങ് കോൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ചെയ്യുന്ന പല ഒബ്ജക്ട്സും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു വാർഡ്രോബ് എടുക്കുകയാണെങ്കിൽ വാർഡ്രോബിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന അളവുകൾ, പിന്നെ അതുപോലെ ഇപ്പോൾ കിച്ചൺ എടുക്കുകയാണെങ്കിൽ കിച്ചണിൻ്റെ കൗണ്ടേഴ്സിൻ്റെ അളവുകൾ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അളവ്, ടോൾ യൂണിറ്റിൻ്റെ അളവ്, അതുപോലെ ഇപ്പോൾ TV യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ TV യൂണിറ്റിൻ്റെ അളവ്, അങ്ങനെയുള്ള അളവുകളെല്ലാം നിങ്ങൾക്ക് പഠിക്കാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു ബിഗിനർ ലെവലിലുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. ഇതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു മിഡ് സൈസ് പ്രൊജക്റ്റാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റാണ് അല്ലേ, ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാം സെപ്പറേറ്റ് ഫയൽസായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ നമ്മളൊരു മാസ്റ്റർ ഫയലായിട്ട് ലിങ്ക് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ലൈറ്റിംഗ് റെൻഡറിങ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ബെഡ്റൂം ഒരാൾ ചെയ്യുന്നു, ലിവിങ് റൂം ഒരാൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സും നമ്മൾ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങളിത് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുക. നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ കോഴ്സ് മേടിച്ച് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.